മോണോലോവ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി, ഞാൻ പ്രേമത്തിലാണല്ലോ, അപ്പൊ എനിക്ക് ഇപ്പോഴാണ് പ്രേമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി എഴുതിയൊരു പാട്ടാണ്. അത്ര തന്നെ. എന്റെ കാമുകിനെ മോണോലോവ പോലെയുള്ള ഒരു അഗ്നിപർവ്വതമായിട്ട് എഴുതിയേക്കണാണ് അത് പാട്ട്. അത്ര തന്നെ. ഞാൻ എന്റെ കാമുകിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് മാത്രമാണ് അത്. അതാണ് മോണോലോവ. പിന്നെ വിപ്ലവ പാട്ടുകൾ ഇനിയും വരും, പ്രേമ പാട്ടുകളും ഉണ്ടാവാനിടയിൽ. എല്ലാരും പാട്ട് കേൾക്കുക. ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ലഹരി ഉപയോഗം തെറ്റാണെന്നുള്ളത്. അപ്പൊ അത് തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇവിടെ ഗവൺമെന്റ് വെക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ. അപ്പൊ പിന്നെ ഇത് ഞാൻ അതുകൊണ്ടൊരു മോശപ്പെട്ട മനുഷ്യനാണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ സാധനം ഞാൻ കള്ളുകുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ്. അപ്പൊ അതിനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത്. അത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് സന്ദേശം നൽകാൻ സമൂഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. എന്നെ കണ്ട് ഇതാരും പഠിക്കരുത്. ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ. കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ. ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, പൊതുസമൂഹമാണ്. കള്ളുകുടിക്കും പുകവലിക്കും കാരണം കൊണ്ട്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ കൊച്ചുമക്കളെ, ഞാൻ പുകവലിക്കും കള്ളുകുടിക്കും ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. വേടന്റെ കേസിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി തന്നെ പരസ്യമായിട്ട് ഉദ്യോഗസ്ഥരെ തള്ളി പറയാണ്. അപ്പൊ ഈ ഘട്ടത്തില് എങ്ങനെയാണ് ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തില് 1000-2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ട നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറക്കത്തിനുള്ള ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അത്. അതിനെക്കുറിച്ച്